നമസ്കാരം. 4 ന്യൂസിലേക്ക് സ്വാഗതം. 2025 തെരഞ്ഞെടുപ്പിലും അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. എങ്ങനെ അധികാരം പിടിച്ചെടുക്കാമെന്ന തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് അവർ. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് എല്ലാ തരത്തിലും മഹാരാഷ്ട്രയിലെ പോലെ മുഖ്യമന്ത്രിയെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. എന്നാൽ ഈ ശ്രമത്തെ എതിർക്കാൻ ബി.ജെ.പിക്ക് അകത്തു തന്നെ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ബി.ജെ.പിയുടെ ഇത്തരം ശ്രമത്തിന് തടയിടാനുള്ള പദ്ധതികൾ നിതീഷ് കുമാർ തുടങ്ങിയിരിക്കുകയാണ്. നിതീഷ് കുമാറിന് അത് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 150 സീറ്റുകളിൽ ഐക്യ ജനതാദൾ മത്സരിച്ചാൽ അവിടെ വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലാലു പ്രസാദിന്റെ മകൻ തേജപ്രസാദ് നയിക്കുന്ന ആർ.ജെ.ഡി. വലിയ പ്രതീക്ഷയോടെയാണ് വരുന്ന ഇലക്ഷനെ കാണുന്നത്. 100-ൽ കൂടുതൽ സീറ്റ് ഒറ്റയ്ക്ക് നേടാൻ സാധിക്കുമെന്നാണ് ആർ.ജെ.ഡിയുടെ പ്രതീക്ഷ. 100-ൽ കൂടുതൽ സീറ്റ് ആർ.ജെ.ഡിക്ക് ലഭിച്ചാൽ അതിന്റെ കൂടെ കോൺഗ്രസിന്റെയും CPIMLന്റെയും വോട്ട് കൂടി ചേർന്നാൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. ഇത് ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തമാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഐക്യ ജനതാദൾ ബി.ജെ.പിക്ക് പരമാവധി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് 90 സീറ്റ് മാത്രമാണ്. എന്നാൽ ബി.ജെ.പിക്ക് 100-ൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബി.ജെ.പി 100-ൽ കൂടുതൽ സീറ്റിൽ മത്സരിച്ചാൽ ജനതാദളിനെ പരമാവധി അടിച്ചു താഴ്ത്തുമെന്ന കാര്യം ഉറപ്പാണ്. അത് നിതീഷിന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതൽ സീറ്റ് നൽകാതിരിക്കുന്നത്. കേന്ദ്രം ഇപ്പോൾ ഭരിക്കുന്നത് നിതീഷിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും കാരുണ്യത്തിലാണ്. ഇക്കാര്യം ഓർമ്മ വേണമെന്ന് എപ്പോഴും നിതീഷ് പറയുന്നുമുണ്ട്. ബി.ജെ.പി അത്രയങ്ങ് സന്തോഷിക്കണ്ട എന്ന് നിതീഷ് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ബി.ജെ.പിയുടെ സന്തോഷത്തിന് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലെന്നും നിതീഷ് പറയുന്നുണ്ട്. ബി.ജെ.പിക്ക് നൽകുന്ന സീറ്റ് പരമാവധി കുറച്ചുകൊണ്ട് ജനതാദളിന് കൂടുതൽ സീറ്റ് നൽകണമെന്ന് തന്നെയാണ് നിതീഷിന്റെ ലക്ഷ്യം. ബീഹാറിൽ 76 സീറ്റ് ബി.ജെ.പിക്കുണ്ട്. എന്നാൽ 90 സീറ്റുകൾ പരമാവധി നൽകിയാൽ മതിയെന്നാണ് ഐക്യ ജനതാദൾ കോർ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം. ഇതൊരിക്കലും ബി.ജെ.പിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കൂടുതൽ സീറ്റ് വേണമെന്ന ബി.ജെ.പിയുടെ അതിമോഹത്തിനുള്ള തിരിച്ചടി തന്നെയാണിത്. അതേസമയം മഹാഗഠബന്ധനിലേക്ക് പോകാൻ നിതീഷിന് സാധിക്കുകയുമില്ല. ലാലു പ്രസാദ് യാദവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നിതീഷിനെ പോലെയുള്ളവർ ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ തയ്യാറാണെങ്കിൽ പോലും അതിന് സമ്മതിക്കുകയില്ല എന്ന്. പക്ഷേ അപ്പോഴും കോൺഗ്രസിന് ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. നിതീഷ് വന്നാൽ സ്വീകരിക്കും എന്നാണ് അവർ പറയുന്നത്. നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദളിലെ 6ഓളം എംപിമാർ ആർ.ജെ.ഡിയുമായി പല കാര്യങ്ങളും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരുടെ കൂടെ നിതീഷും പാർട്ടി വിടുമെന്നാണ് സൂചന. ബീഹാറിൽ എങ്ങനെ വേണമെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുമുണ്ട്. നിലവിലുള്ള 12 എംപിമാരിൽ 6 പേർ കൂറുമാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകില്ല എന്നതും MP സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നതും പ്രധാന ഘടകമായി തന്നെ ഉണ്ട് എന്നതാണ്.